BJP-യുടെ പ്രവർത്തകർ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത്. കാരണം നാളിതുവരെയായി BJP സംബന്ധിച്ചിടത്തോളം അവരും ജയിക്കാൻ വേണ്ടി മത്സരിച്ചില്ല, മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ തവണയും വോട്ട് കൂടുതൽ കിട്ടുന്നു, അതിനപ്പുറത്ത് അവർ ചിന്തയില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ലൈൻ അങ്ങ് മാറി. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുക, മനസ്സിലായോ? ജയിക്കാൻ വേണ്ടി 20 നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുക, എത്ര ജയിക്കും നോക്കാം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, പഴയതുപോലല്ല. 20 നിയോജക മണ്ഡലത്തിലും എഴുതിയിട്ടോളും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 1 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടും. ആ 1 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പഴയ ജയിച്ചവർക്കും തോറ്റവർക്കേത് LDF UDFിന്റെ വോട്ടായിരിക്കും കുറയുന്നത്. അതാണല്ലോ ഞങ്ങൾ പിടിക്കാൻ പോകുന്നത്. ഞങ്ങൾ 1 ലക്ഷം വോട്ട് പിടിക്കുമ്പോൾ എല്ലാ നിയമങ്ങളിലും പിടിക്കും. അപ്പോ സ്വാഭാവികമായി LDFിന്റെ UDFിന്റെ വോട്ടുകൾ കുറയും. അങ്ങനെ അതിന്റെ അർത്ഥം ഞങ്ങൾ ജയിക്കും. അത് എത്ര ജയിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളുക. കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വെച്ചിട്ട് 1 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് ഇടുക, എന്നിട്ട് അത് രണ്ടായിട്ട് വീതിക്കും. അതിന്റെ അത് LDFിന്റെ UDFിനെ കുറയ്ക്കുക, എത്ര ജയിക്കും നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സീറ്റ് BJP ജയിക്കുന്നു. ഏറ്റവും എളുപ്പ മാർഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. യാതൊരു സംശയമില്ല, ധൈര്യമായിട്ട്. കേരളത്തില് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടല്ലോ, അത് പിണറായിക്കും CPM-നും എത്ര തിരിച്ചടിയായിരിക്കും? അതായത് അതിനകത്ത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അത് വർഗീയവൽക്കരിക്കപ്പെട്ടു. അതായത് പിണറായി ഇപ്പോ SNDP-യുടെ ഒരു നല്ല വിഭാഗത്തിന് പിന്തുണ ഉണ്ടായിട്ട് അതോടൊപ്പം ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ SDP ഉൾപ്പെടെ തീവ്രവാദ സംഘടന മുഴുവൻ അയാളുടെ കൊടുത്തിട്ടുണ്ട്. പുറത്ത് പറയുമ്പോൾ കോൺഗ്രസിന് കൊടുത്ത അവർ കോൺഗ്രസ് VD സതീശൻ പോലും പിണറായിയുടെ കൊടുത്തില്ല. അവന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആ നിലയ്ക്ക് പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാലും അത് ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. താമസിയാതെ ഇത് നിയമത്തിന്റെ മുമ്പിൽ പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടും. അപ്പോഴേ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം പിരിയാൻ തുടങ്ങുള്ളൂ. അത് തന്നെയല്ല, പിണറായി വിജയന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അയാൾ കളി തുടങ്ങി, റിയാസിന് വേണ്ടി. ആ കളിയുടെ ഭാഗമാണ് ഐസക്കിന് നാട് കടത്തി സീറ്റ് കൊടുത്തില്ല. നമ്മുടെ സുധാകരൻ ആലപ്പുഴ PWD മന്ത്രി ഏറ്റവും ആർക്ക് സീറ്റ് കൊടുത്തില്ല. നമ്മുടെ ടീച്ചർ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഏറ്റവും വോട്ട് പൂരിച്ച് മരിച്ച അവരെ സ്ഥാനാർത്ഥിയാക്കിയില്ല. അങ്ങനെ അവരെ എല്ലാം നശിപ്പിക്കുന്നത് പിണറായിയുടെ മരുമകന് വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഇപ്പോ മത്സര രംഗത്ത് നിൽക്കുന്ന ആളുകൾ നോക്കിയോളൂ. നമ്മുടെ ജയിക്കാതെ ഒഴുകുക എന്നുള്ളതിനപ്പുറത്ത് ജയിച്ചാലും മുഖ്യമന്ത്രി പദത്തേക്ക് വരാൻ പാടില്ല. മുഖ്യമന്ത്രിയായിട്ട് എന്റെ മരുമകൻ വരണം. അതിന് മുസ്ലിം പിന്തുണ ആർജിക്കാം. പോപ്പുലർ ഫ്രണ്ടും SDP-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളിക്കകത്ത് പാവപ്പെട്ട മുസ്ലിം സഹോദരനെ കൂടി പിടിച്ചെടുക്കാനാണ് നോക്കുന്നത്. പക്ഷെ അത് സത്യം മനസ്സിലാകുമ്പോൾ ദേശീയ കാഴ്ചപ്പാടുള്ള മുസ്ലിങ്ങൾ അവരിന്ന് വിടും എന്നാണ് എന്റെ അഭിപ്രായം. അതോടൊപ്പം കോൺഗ്രസ് ഒരു മാറ്റം ഉണ്ടാകണം. അത് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇപ്പോ അത് മാറ്റത്തിന് സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായിയേക്കാൾ കൂടുതൽ പിണറായി വിജയനാണ്. അതുകൊണ്ട് നമുക്കിപ്പോ അതിനകത്തൊരു മാറ്റം ഞാൻ കാണുന്നില്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മാറ്റം ഉറപ്പായിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. വടകരയിലപ്പം നല്ല തിരിച്ചടി ഉണ്ടാകുമല്ലേ ഇവർക്ക്? സ്വാഭാവികമായി സംഭവിക്കണമല്ലോ. തിരുവനന്തപുരവും തൃശ്ശൂരും എങ്ങനെയാ കാണുന്നത്? തൃശ്ശൂരൊക്കെ തിരുവനന്തപുരം ജയിച്ചു കഴിഞ്ഞു, തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞതായിരുന്നു. പക്ഷെ ഇടയ്ക്കൊക്കെ താഴോട്ട് പോയി, ഇപ്പൊ വീണ്ടും തിരിച്ച് ശക്തമായി കയറി വരികയാണ്. ആ സുരേഷ് ഗോപി ജയിക്കാൻ പോവാ, ഒരു സംശയം.